CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. CPM നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണെന്ന് ശരത് പ്രസാദ് പറയുന്നു. MK കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് MK കണ്ണന്റെ കപ്പലണ്ടി കച്ചവടമായിരുന്നുവെന്നും ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട്. 5 വർഷം മുമ്പുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതേസമയം ശബ്ദ സന്ദേശം പുറത്തുവിട്ട നിബിൻ ശ്രീനിവാസനെ പാർട്ടിയുടെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കി. വളരെ ആംബിഷ്യസ് അല്ലെങ്കിൽ രാമേന്ദ്രൻ വളരെ ആംബിഷ്യസ്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി. ഫിനാൻസ് ഉണ്ട്. അത്തിപ്പോ CPM ഇത് ഘട്ടം കഴിഞ്ഞവരൊക്കെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ. CPM ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഇൻട്രാക്ഷൻ. ഇപ്പൊ നമ്മളിപ്പോ പിരിവെടുത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി മാക്സിമം പിരിവെടുത്തൊരു 5000 രൂപ, 17,000 മാക്സിമം. എന്നാൽ ജില്ല വരെ 25 പാർട്ടി കമ്മിറ്റി വരെ എന്താണ് 75,000, 1 ലക്ഷം ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്താണ് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കില്ല. അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല മിടുക്കും. ഇവരൊക്കെ ഭയങ്കരമായിട്ട് കണ്ണാട്ടൊക്കെ പോടാനോടി നിൽക്കും. പൊളിറ്റിക്സും രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടിയാണ് കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വശം. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി അനൂപ AC നിസ്സാര ആൾക്കാരാണ്. പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെ AC കണ്ണംകുളത്തി